ഗ്ലോബൽ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു. അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. 10 കൽപ്പനകൾ ഇനിയും ടെക്സാസ് സ്റ്റേറ്റിലെ സ്കൂളുകളിൽ, പബ്ലിക് സ്കൂളുകളിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളതാണ് പുതുതായി പാസ്സാക്കുവാൻ പ്ലാൻ ചെയ്യുന്ന ഒരു നിയമം. കഴിഞ്ഞ ശനിയാഴ്ച റിപ്പബ്ലിക്കൻസിന് നല്ല മെജോറിറ്റിയുള്ള സഭയിൽ ബഹുഭൂരിപക്ഷത്തോടുകൂടെ ഈ നിയമം വോട്ടിട്ട് ക്ലിയർ ചെയ്തു. എന്നാൽ ഈ നിയമം പാസ്സാകുകയാണെങ്കിൽ ഇതിനെതിരായിട്ട് നിശ്ചയമായിട്ടും ചർച്ചിനെയും സ്റ്റേറ്റിനെയും വേർതിരിച്ച് നിർത്തണമെന്ന് വാദിക്കുന്നവർ ഇതിനെതിരായിട്ട് ലീഗൽ ആക്ഷൻസ് എടുക്കുമെന്ന് സംശയമുണ്ട്. അങ്ങനെയുള്ള ലീഗൽ ബാറ്റിൽ ഒരു വിഷയം ഉണ്ടാകാം. എന്താണെങ്കിലും ടെക്സാസ് സ്റ്റേറ്റിലെ സ്കൂളുകളിൽ, പബ്ലിക് സ്കൂളുകളിൽ 10 കൽപ്പനകൾ പ്രദർശിപ്പിക്കണമെന്നുള്ള ഒരു നിയമം തത്വത്തിൽ ഒരു പ്രിലിമിനറി അപ്രൂവൽ അത് ലഭിച്ചിരിക്കുകയാണ്. ഇനിയും ഫൈനൽ വോട്ട് ചില ദിവസങ്ങൾക്കകം നടക്കുവാനിടയായിത്തീരും. അതിനുശേഷം ഗവർണർ ഈ ബില്ല് പാസ്സാക്കണം. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തന്നെ ഒരു ഗവർണറാണ് ടെക്സാസ് സ്റ്റേറ്റിലുള്ളത്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഈ ബില്ല് സൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ മറ്റ് പല സ്റ്റേറ്റുകളിലും ഈ 10 കൽപ്പനകൾ പബ്ലിക് പ്ലേസുകളിൽ നിന്ന് നീക്കം ചെയ്യുക, അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്ന് ദൈവത്തിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനകൾ നീക്കം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റ് പല സ്റ്റേറ്റുകളും നേരത്തെ തന്നെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ടെക്സാസ് സ്റ്റേറ്റ് അതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു നിയമം പാസ്സാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനിടയായിത്തീരുന്നത്. ഇത് അമേരിക്കയുടെ പുതിയ കാലഘട്ടത്തിലെ മാറുന്ന അമേരിക്കയുടെ ഒരു ചിത്രമായിട്ട് വേണം നമുക്ക് കണക്കാക്കുവാൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.